വാർത്തകളിലേക്ക് വീണ്ടും. മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ആന RRT സംഘത്തിന്റെ ദൗത്യപരിധിയിൽ നിന്ന് മാറി. മണ്ണുണ്ടിക്കും ഇരുമ്പ് പാലത്തിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആനയുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ബേലൂർ, ബാവലി, ചേലൂർ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ കർഷക സംഘടനകൾ ഹർത്താൽ ആചരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്തും അരുൺ പാറയ്ക്കലും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ദൗത്യം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സമയം അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് ഈ ആനയെ മുഖാമുഖം കാണാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡ്രോണിലും ഒപ്പം തന്നെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആനയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് കുങ്കിയാനകളെ അയച്ചിട്ടുണ്ട്. കുങ്കിയാനകളെ അയച്ച് അതിന്റെ ആ സ്ഥലപരിധിയിൽ നിന്ന് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആനയെ പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യസംഘത്തിന് മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. അത് വലിയ അളവിൽ ഈ കൊങ്ങിണി എന്ന് പറയുന്ന മരത്തിന്റെ അപ്പമരത്തിന്റെ കാടാണ്. ആ വലിയ 2 ആൾ പൊക്കത്തിൽ 3 ആൾ പൊക്കത്തിലൊക്കെ ഈ കാട് പടർന്നു പിടിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് RRT സംഘം അതിനടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അനുഭവമല്ല ഇന്ന്. പക്ഷേ ആന ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഡ്രോൺ പറത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 4 കുങ്കിയാനകളെയും കയറ്റിക്കൊണ്ട് ഈ ആനയെ പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ദൗത്യം ദുഷ്കരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാലാവസ്ഥ മങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. സ്വാഭാവികമായും അത് ഒരു പ്രതിസന്ധിയായി തന്നെ വനംവകുപ്പിന്റെ മുമ്പിലായി നിലകൊള്ളുകയാണ്. എന്തായാലും ദൗത്യം തുടരുന്നുണ്ട്. ഇന്ന് 6 മണി വരെയും ഇത് തുടരും. അതിനപ്പുറം ഒരുപക്ഷെ നാളത്തേക്ക് വീണ്ടും ദൗത്യം പുനരാരംഭിക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാനുള്ള ശ്രമം, അതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ രൂപപ്പെടുകയാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമം ദൗത്യസംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ദൗത്യവും വിജയം കാണാനുള്ള സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദൗത്യം നാളെയും തുടരാനാണ് ദൗത്യസംഘത്തിൻ്റെ നീക്കം.